നാം സങ്കീർത്തനം വായിച്ച് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനെ കർത്താവിന്റെ വിലപ്രദാസനെ ക്ഷണിക്കും. മ്യൂട്ടാ. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. സ്തോത്രം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സന്നിധരായിരിക്കുന്നതായ എല്ലാ സ്നേഹമുള്ള വാത്സല്യ ദൈവജനത്തിനും വേഗം വരുന്നവനായ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രൈസ് ഗോഡ്. 111ാമത്തെ സങ്കീർത്തനമാണ് വായിക്കുന്നത്. നമുക്ക് വളരെ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ വളരെ റെഫറൻസോടുകൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത് നമ്മൾ ഒന്നിച്ചങ്ങ് വായിക്കുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് വാക്യം പ്രതി വാക്യമായി വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാം ഒന്നിച്ച് വായിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് നമ്മുടെ വിശുദ്ധകരത്തെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഒരിക്കലും ഇല്ലാതെ പോകുന്നതാണ് അവന്റെ സ്തുതി. ഹല്ലേലൂയ. നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ വിശുദ്ധ സഭയിൽ നമ്മുടെ വിശുദ്ധ കരമുയർത്തി അവന് സ്തോത്രയാഗം അർപ്പിക്കാം. ഹല്ലേലൂയ. അവനാണ് സ്തുതിക്ക് യോഗ്യൻ. തന്റെ ജനത്തിന് വേണ്ടി അവൻ വീണ്ടെടുപ്പ് അയച്ചല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തം ചെവടിക്കാണ് കർത്താവ്. നീ ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ പ്രിയ മക്കളാക്കി തീർത്തത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സഭയായി നിനക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിനക്ക് മഹത്വം. ഈ മനോഹരമായ സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായിരിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാവിധമായ പ്രോമിസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ജാതികളുടെ അവകാശം ആമേൻ അബ്രഹാമിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട്, ആമേൻ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടി ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് ഞങ്ങൾ നിന്നെ സഭയായി സ്തോത്രം ചെയ്യുന്നു. കുടുംബങ്ങളായി, വ്യക്തിത്വങ്ങളായി ഞങ്ങൾ നിന്റെ സന്നിധാനത്ത് ഞങ്ങളെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കീർത്തനം അല്പമായി ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. ആമേൻ. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ മനോഹരമായ ഈ ഹല്ലേലൂയ സങ്കീർത്തനത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ സ്നേഹമുള്ള ബഹുമാനരായ ദൈവജനത്തിനും വേഗം വരുന്ന നസ്രനായ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെയും കുടുംബത്തിന്റെയും സഭയായുള്ളതായ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ഓരോരുത്തരെയും ദൈവം ആമേൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കർത്താവിന് സ്തോത്രം. 111ാമത്തെ സങ്കീർത്തനമാണല്ലോ വായിച്ചത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
ഈ ഹല്ലേലൂയ സങ്കീർത്തനം ആമേൻ വളരെ മനോഹരവും അർത്ഥവത്തും ഹല്ലേലൂയ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ ആമേൻ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഞാന് ദൈവത്തിന്റെ ശ്രേഷ്ഠഭൃത്യൻ ബഹുമാനനായ ദേവദാസൻ പാസ്റ്റർ നെബോ മാത്സൺ അവരുകൾ എന്നോട് ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കണം എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ആമേൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഒരു സങ്കീർത്തന ഭാഗത്തെ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2-3 മാസങ്ങൾ നാട്ടിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തന പ്രബോധനങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും ആമേൻ വിവിധ സൂം പ്ലാറ്റ്ഫോമിൽ ആമേൻ ഒരു പ്രാവശ്യമല്ല 1-ലധികം പ്രാവശ്യങ്ങൾ സംസാരിപ്പാൻ ദൈവമായ കർത്താവ് ഇടതന്നു. ആമേൻ മിക്ക ആഴ്ചകളിൽ 1, 2, 3 ആമേൻ യോഗങ്ങൾ പങ്കെടുക്കുവാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് തന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വീണ്ടും മടങ്ങി വന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ 114 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആമേൻ there are 5 ആമേൻ elements of God amen can be seen in this wonderful Hallel psalm. Praise God. Amen. ഒന്നാമതായി ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ആമേൻ the wonderful and unmatched and immeasurable power of God. ആമേൻ. ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ആമേൻ ആ immeasurable power, the physical might. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ the stupendous power of God can be seen hallelujah in this psalm. Amen. Praise God. രണ്ടാമത് hallelujah the unending spiritual blessing. Amen. ദൈവത്തിന് സ്തോത്രം. അവന്റെ നീതി, അവന്റെ വിശ്വസ്തത, ആമേൻ hallelujah അവന്റെ കൃപ ഒക്കെയും ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. മൂന്നാമതായി ആമേൻ the providential care, hallelujah the timely providential care, amen of Jesus Christ. Amen. അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന്റെ amen amen a timely providential care can be seen in this hallelujah wonderful Hallel psalm. Praise God. നാലാമതായി ദൈവത്തിന് സ്തോത്രം the memorabilia set by hallelujah God's word. Amen. ദൈവം ആമേൻ ഹല്ലേലൂയ എന്നേക്കും ഓർക്കത്തക്കവണ്ണം ആമേൻ സ്ഥാപിച്ചിരിക്കുന്ന മെമ്മറബിലിയ. ദൈവത്തിന് സ്തോത്രം. ആ മെമ്മോറിയൽ ആമേൻ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കും. അഞ്ചാമത് നാം വായിക്കുമ്പോൾ ജാതികളായിരുന്ന നമ്മുടെ വീണ്ടെടുപ്പ് ഹല്ലേലൂയ നസറേനായ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം കൊണ്ട് തന്റെ ജനത്തിന് ലഭിച്ചത് എത്ര മഹാത്മ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ കര ഉയർത്തുന്ന സ്തോത്രം ചെയ്ത് ഓ രക്തത്താൽ ക്ഷേമെടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോന്നായി വിവരിക്കുവാൻ എനിക്ക് സമയം പോരാ. ദൈവത്തിന് സ്തോത്രം. ചുരുങ്ങിയ സമയമുള്ളല്ലോ. ദൈവത്തിന്റെ ദാസന് എനിക്ക് മാക്സിമം സമയം തന്നു. അതിനെ ദൈവത്തിന്റെ ദാസന് നന്ദി പറയുന്നു. ആമേൻ. എന്നാൽ നമ്മുടെ ലിമിറ്റഡ് ടൈം ഫ്രെയിം ആമേൻ ആ ഫ്രെയിമിനകത്ത് ആമേൻ പൂർണ്ണമായി ഇതിനെല്ലാം ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്ത് ഒരു എക്സ്പ്ലനറ്ററി മെസ്സേജ് പറയുവാൻ തക്കവണ്ണം സമയം പോരാ. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. 1-ാം വാക്യം വായിക്കും. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരിലുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സങ്കീർത്തനക്കാരൻ ആമേൻ 110-ാം സങ്കീർത്തനത്തിൽ ആമേൻ ദൈവത്തിന്റെ ആ പൗരോഹിത്യവും രാജ്യത്വവും ന്യായാധിപതിയും ആയിരിക്കുന്നതായ ദൈവ ആമേൻ ആ പുത്രൻ നസറേനായ യേശു ക്രിസ്തു സ്വർഗാദി സ്വർഗങ്ങളിൽ എടുക്കപ്പെട്ട് ദൈവത്തിന്റെ വലഭാഗം ഇരുന്നു കൊണ്ട് ആമേൻ ആ ന്യായവിധിക്കായി താൻ ഹല്ലേലൂയ എന്തുവാ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടല്ലേ പറഞ്ഞ 14-ാം വാക്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ വായിക്കുന്നത് ആമേൻ നിങ്ങളുടെ അദ്ദേഹം കലങ്ങിപ്പോരുത്, ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നിട്ട് 111-ാം സങ്കീർത്തനം വന്നപ്പോ താൻ പറയുകയാണ് ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ഒരല്പം പോലും റിസർവേഷൻ ഇല്ലാതെ, ഇന്ന് രാത്രികാലം ഞാൻ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരല്പം പോലും റിസർവേഷൻ ഇല്ലാതെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ നീ ദൈവത്തിന്റെ പൈതലായി മാറി. ഓ റവ രക്തം ചെവടിക്കാൻ ദൈവത്തിന്റെ മഹത്വം. പൂർണ്ണ ഹൃദയത്തോടെ ആമേൻ. നമ്മുടെ സ്തുതികളെല്ലാം ഒരല്പ റിസർവേഷൻ വെച്ച ആമേൻ ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. എന്നാൽ നീ ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ എടുത്ത ഡിറ്റർമിനേഷൻ പോലെ, ആ തീരുമാനം പോലെ ദൈവത്തിന് സ്തോത്രം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, ടോട്ടൽ സബ്മിറ്റൽ, ഹല്ലേലൂയ, ഒരു പൂർണ്ണ സമർപ്പണം. പൗലോസ് എന്താ പറയുന്നത്? സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ശക്തിയുമില്ല, ഞാൻ പൂർണ്ണമായി ആമേൻ ദൈവസന്നിധാനത്തിൽ കടന്നു വരിക. ദൈവജനമേ, ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ ദൈവസന്നിധാനത്തിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത് സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഉയർത്തുവാൻ ഹല്ലേലൂയ, ഈ സഭായോഗത്തിൽ ആമേൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് കൈ ഉയർത്തുന്ന സ്തോത്രം പറ. രക്തത്താൽ ക്ഷമണിക്കാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, എവിടാണെങ്കിലും, സഭയിലായാലും പ്രൈവറ്റിൽ എന്ന പ്രാർത്ഥനാ മുറിയിലായിരുന്നാലും, ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയാം 100 ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതകളുണ്ട്. എന്നാൽ ദൈവജനമേ, ഞാൻ പറയട്ടെ, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമെങ്കിൽ ദൈവത്തിന് ഉയരത്തിൽ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് അവൻ ചെവി കൊടുക്കുന്നവനാണ്. നീ ഇന്ന് രാത്രി നിലവിളിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. സ്തുതിയുടെ ശബ്ദം കേട്ട് ദൈവജനമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, God without a reservation, I am submitting myself in your presence. Hallelujah. I praise you and I raise my voice with the word hallelujah. ആർക്ക് സംസാരിക്കുവാൻ സാധിക്കും? സ്തോത്രം ചെയ്യുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ ഒരു റിസർവേഷനും ഇല്ലാതെ താൻ വിളിച്ചു പറയുകയാണ് ലോകത്തോട്, ഹല്ലേലൂയ, ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എവിടൊക്കെയാണെന്നറിയാമോ? എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന? സഭയില്. ഞാൻ IPC ഫിലാദൽഫിയ സഭയിൽ പങ്കെടുക്കുന്ന ഏവരോടും ഓരോരുത്തരോടും ഞാൻ ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യാണ്. നിങ്ങളുടെ സ്തോത്രത്തിന്റെ ശബ്ദം, സ്തുതിയുടെ ശബ്ദം റിസർവേഷൻ ഇല്ലാതെ ഉയരുമെങ്കിൽ നമ്മെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. നമ്മെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. ഞാൻ സഭയിൽ സ്തോത്രം ചെയ്യുമെന്ന്, എന്റെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ സ്തോത്രത്തിന്റെ ശബ്ദം ഉയർത്തും. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനമേ, നമ്മുടെ കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാമതാൻ പറയാണ്, വായിക്കാം. രണ്ടാം വാക്യം വായിക്കാം. മൂന്നാം വാക്യം വായിക്കാം. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും മതി മതി. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന, സ്തുതി പറയുന്ന, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ദൈവജനമേ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ പ്രവൃത്തികൾ. ആമേൻ. We cannot conceive that in our little mind. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇത്രയുള്ള ചെറിയ ബുദ്ധിക്കകത്ത് ഓർക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് മഹത്വം. The stupendous task of God, the wonderful and unmatched works of God. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ ക്ഷമടിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. യോബിന്റെ വസ്തുത പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ. നിനക്ക് എന്തോ അറിയാവുന്ന ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, 430 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം നശിച്ചു പോയിട്ടില്ല, മരണപ്പെട്ടിട്ടില്ല. തന്റെ ജനത്തിന് വേണ്ടി മിസ്രയീമിൽ ഇറങ്ങി വന്നിട്ട് വെടിയില്ല, ബീരങ്കിയില്ല, ഒന്നുമില്ലാതെ ആമേൻ അവന്റെ വാക്കിന്റെ ശബ്ദം കൊണ്ട് തന്റെ ജനത്തെ അവൻ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന്. ആമേൻ. ഒന്ന് വായിച്ചേക്കണേ ആ പുറപ്പാട് പുസ്തകം 14-15 വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കൾ. ഒന്ന് നിർത്തണേ. അപ്പൊ ഈ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കാണണമെങ്കിൽ നീ ഒന്ന് സമർപ്പിച്ചിട്ട് ഒരല്പം കണ്ണീർ ഒന്ന് കണ്ണിൽ വരാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ സഹായിച്ച ദൈവം, മുന്നോട്ട് പുറകോട്ട് പോകാൻ സാധിക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ കടന്നു വന്ന്, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന്, നിന്റെ മക്കളുടെ വിഷയത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിനെ വിടിവിച്ചെങ്കില് അവൻ ചെയ്തതെന്ന് അറിയാമോ? ശക്തിയുള്ളൊരു കൊടുങ്കാറ്റടിപ്പിച്ചു. സ്തോത്രം പറയാനൊക്കുന്നവർ സ്തോത്രം പറഞ്ഞ ജനമേ,
ഒരു സൂം മീറ്റിംഗ് കൂടിയെന്നല്ല, ഇന്ന് രാത്രി ദൈവസന്നിധാനത്തിൽ നാം ഇരിക്കുമ്പോൾ പൂർണ്ണ പൂർണ്ണ സമർപ്പണത്തോട് നീ ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ ദൈവപ്രവർത്തനത്തിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. എന്തോ മോശയോട് പറഞ്ഞ വായിച്ചേ, മോശയോട് അരുളിച്ചെയ്തു, എന്നോട് നിലവിളിക്കുന്നത് എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ നിനക്ക് നിന്ന് രാത്രി ഒന്ന് നിലവിളിച്ച് കരയാമോ ദൈവജനമേ? നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തെ അവൻ സ്ഥിരമാക്കുവാൻ അവന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ സ്തോത്രം ചെയ്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ മുമ്പിലുള്ള അസാധ്യങ്ങളെ കൃപ രക്തത്താൽ ജയമെടുക്കാൻ ദൈവത്തിന് മഹത്വം. നിന്റെ മുമ്പിലുള്ള അസാധ്യങ്ങളെ ഇന്ന് രാത്രി അവൻ മാറ്റും. നിന്റെ ഭവനത്തിൽ എനിക്കിത് സാധിക്കുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അവന്റെ ഒരു വലിയ ശക്തിയുള്ള കാറ്റ് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ പോവുകയാണ്, നിന്റെ ഭവനത്തിൽ വ്യാപരിക്കാൻ പോവുകയാണ്, നമ്മുടെ ചർച്ചിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഓരോരുത്തർക്കും വിടുതലുണ്ടാകാൻ പോവുകയാണ്. വരും ദിനത്തിൽ വലിയ വിടുതലിന്റെ ശക്തി കാണാൻ പോവുകയാണ്. രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ച ദൈവത്തിന് മഹത്വം. അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, the total control of all nature. Amen. The total control of your life. Hallelujah. The total control of your, hallelujah, forward, hallelujah, your walk, hallelujah, in this life is in the hands of God. സ്തോത്രം പറയാൻ ഒക്കുന്നുണ്ടോ? ആമേൻ, ആമേൻ. അന്ന് രാത്രി ദൈവം ഒരു ശക്തിയുള്ള കാറ്റടിച്ചു. ഇന്ന് രാത്രി ദൈവശക്തിയുള്ള ഒരു കാറ്റ് നിന്റെ ഭവനത്തിൽ അയക്കാൻ പോവുകയാണ്. നീ പുറകിൽ ഹല്ലേലൂയ പേടിക്കുന്ന വിഷയമുണ്ടെങ്കിൽ, മുന്നേ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയമുണ്ടെങ്കിൽ, ആമേൻ, യഹോവയുടെ പ്രവർത്തികൾ എത്ര ഭയങ്കരം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. The works of God is wonderful. It is inconceivable in your mind. Hallelujah. They are stupendous. ദൈവത്തിന് സ്തോത്രം. They are beyond, hallelujah, description. ദൈവത്തിന് സ്തോത്രം. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഞാൻ ആ വിഷയം അവിടെ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ അവന്റെ വാക്കിന്റെ ശബ്ദം കൊണ്ട് അവൻ ആകാശം ഭൂമി സൃഷ്ടിച്ചെങ്കില്, അങ്ങനെ 19 സങ്കീർത്തനം വായിക്കുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആമേൻ. അതിലൊക്കെ അപ്പുറമായിട്ട് ഞാനൊക്കെ പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം. സ്വല്പം മണ്ണെടുത്ത് വെച്ച് ഹല്ലേലൂയ കർത്താവെന്ന് കുഴച്ച് ദൈവത്തിന് സ്തോത്രം ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിലോട്ട് 3 രൂത്തൂതി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറിയെങ്കിൽ അവന്റെ പ്രവർത്തികൾ എത്ര വായിക്കും. നമ്മുടെ കരകൾക്ക് ഒന്ന് സ്തോത്രം ചെയ്യാമോ? അവന്റെ പ്രവർത്തികളുടെ മഹത്വം ധ്യാനിച്ചവന് സ്തുതികരേറ്റ ദൈവജനമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. വായിച്ച 3-ാം വാക്യം, 3, 4, 5 വാക്യങ്ങൾ വായിക്കാം. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. ദേഖണേ, the works of God is glorious. Hallelujah. Amen. പിന്നെ അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ his righteousness lasts forever and forever and forever and ever ending. Praise the Lord. അടുത്ത വാക്യം. Praise God. Amen. ദൈവത്തിന്റെ ആ ബ്ലെസ്സിങ് തന്റെ ജനത്തിന് തന്നതിനെ കുറിച്ച് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ എനിക്ക് പറയാൻ സാധിക്കും. ഒന്ന് വായിക്കണേ. 1 യോഹന്നാന്റെ സുവിശേഷം, ഈ ലേഖനം 4-ാം അധ്യായത്തിന്റെ വായിച്ചാട്ട് 10-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. കേൾക്കണേ, ദൈവജനമേ കേൾക്കണേ. ചാമക്കാലയിലെ ജോയിയെ ദൈവത്തെ ഹല്ലേലൂയ സ്നേഹിച്ചിട്ടല്ല, മറിച്ച് അവൻ നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു എന്നെ വിടുവിക്കുവാൻ അവന്റെ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്നെ തേടി വന്നത് അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. എങ്ങനെയാ സ്നേഹിച്ചത് അറിയാമോ? അവൻ എങ്ങനെയാ സ്നേഹിച്ചത്?
നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ കാൽവരിയുടെ കൊടക്കളത്തിൽ യെരൂശലേമിന്റെ തെരുവിൽ കൂടെ ക്രൂശ് മരച്ചു വന്ന് ആ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് അവൻ കയറിപ്പോയി ആണി തറയ്ക്കപ്പെട്ടത് കൊണ്ട് രക്തവൻ ധാരധാരയായി ഒഴിക്കത് കൊണ്ട് ദൈവജനമേ നമുക്ക് ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ലഭിച്ചെങ്കിൽ അതെത്ര ഭയങ്കരം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് ക്രിസ്തു ശാപമായി നമുക്ക് വേണ്ടി തീർന്നത് കൊണ്ട് നമുക്ക് ലഭിച്ച ആ ജാതികളുടെ അനുഗ്രഹം മൊത്തം എനിക്ക് നിനക്കുമാണ് ലഭിച്ചത്. ഇന്ന് സ്തോത്രം പറയാനൊക്കുന്നുണ്ടോ? ആമേൻ. നമ്മൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അനേകം millions of people are in starvation. Amen. They have no dwelling place. They have no food to eat. They have nothing to worship. They have nothing to dress themselves. But God has loved us so much. ദൈവജനമേ, നമ്മെ സ്നേഹിച്ചത് ആമേൻ പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി തന്ന് ആമേൻ നമ്മെ സ്നേഹിച്ച് നമ്മളെ വിടുവിച്ച് പ്രിയ മക്കളാക്കി തീർത്തത് എത്ര മനോഹരം. ദൈവജനമേ, സ്തുതി പറഞ്ഞാണ്. ദൈവജനമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എന്തോ എഴുതിയേക്കുന്നത് വായിച്ചേ. വായിച്ചാ. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അവൻ വന്നെന്നറിയാമോ? അതോടൊന്ന് ചിന്തിക്കുന്നതല്ല. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷമായത് ആമേൻ അവൻ ഷാഹിയുടെ കുറ്റിന്നൊരു വേര് പൊട്ടി പുറപ്പെട്ടെന്ന് വായിച്ചാൽ യെശയ്യാപ്രവചനം 11 വായിച്ചാട്ടെ 5 വാക്യത്തോട്ട് വായിച്ച. പ്രൈസ് ഗോഡ്. യെശയ്യാ 11:5. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. പിന്നെ മേളത്തൊട്ട് 1 വാക്യത്തോട്ട് വായിച്ചാട്ടെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന്. വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലാണ് യഹോവയുടെ ആത്മാവ്. വായിച്ചു. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ്. അവനാ നമ്മളെ സ്പിരിച്വലായിട്ട് നമ്മളെ ഹല്ലേലൂയ എഡിഫൈ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് സ്തുതി പറഞ്ഞ ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ. ആമേൻ. The providential care of Jesus. വായിച്ചേ. 5 വാക്യം വായിക്കാം. 5 തൊട്ട് വായിക്കാം. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദിവസം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ അവൻ തന്റെ നിയമത്തെ, the law of God, ആമേൻ, ഹല്ലേലൂയ, അത് എന്നേക്കും ഓർക്കുന്നെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. തക്ക സമയത്താണ് അവൻ നൽകുന്നത്. ഓരോ ദൈവത്തിന് മഹത്വം. ആമേൻ. ഈ കഴിഞ്ഞ 2-3 മാസം ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചോന്ന് എനിക്ക് ഓർക്കാൻ വയ്യ. ആമേൻ. റോഡിലൊക്കെ നോക്കിയാലൊക്കെ ഉണ്ട്, ഈ പെരുമ്പാവൂർ സൗണ്ടിലൊക്കെ പോകുമ്പോൾ നോക്കിയാല് കുന്നുപോലെ പൈനാപ്പിൾ കൂട്ടിയിട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടതെല്ലാം കഴിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. തക്ക സമയത്ത് ആമേൻ. നല്ല ഭക്തന്മാർക്ക് അവൻ തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്നു. എനിക്ക് ഏലിയാവിനെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. വേറെ ഒന്ന് വായിച്ചാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. പ്രൈസ് ഗോഡ്. അങ്ങനെ അവൻ ചുരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ 1 ശമൂവേൽ 17:4. 1 രാജാവ് 1:17-4. സ്തോത്രം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടത് എന്ന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി തക്ക സമയത്ത്. ഏലിയാവിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നിനക്കും എനിക്കും വേണ്ടി തക്ക സമയത്ത് ഈ കോവിഡിന്റെ മൂർധന്യതയിൽ ആമേൻ പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുമ്പോൾ നമ്മളിൽ ആർക്കാ ദൈവജനമേ ഒരു കുറവ് വന്നത്? നിങ്ങളെ തന്നെ അങ്ങ് ശോധന ചെയ്തു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതുപോലെ ഭക്ഷണം കഴിച്ച ദിവസം ഹല്ലേലൂയ ഈ അടുത്ത ആമേൻ ഓർക്കാൻ പോലും അതുപോലെ അങ്ങ് തീറ്റിയായിരുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എവിടെ ചെന്നാലും ഹല്ലേലൂയ തീറ്റി തീറ്റി തീറ്റി. ദൈവത്തിന് സ്തോത്രം. തോട്ടിൽ നിന്ന് കുടിച്ചു കൊള്ളണം.
ആമേൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളികളോടല്ല ദൈവം നമുക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാൻ വയ്യാത്തവരോട്, അല്ലെങ്കിൽ നമ്മുടെ വൈരാഗ്യമുള്ളവരോട്, ആമേൻ, ഒക്കെ ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവർ നമുക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നവർ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. സ്തുതി പറ ദൈവജനമേ. ആമേൻ. വായിച്ചാട്ടെ 19:6 വായിച്ചത്. വായിച്ചാട്ടെ 1 രാജാവ് 19:6. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും. അപ്പൊ ആ പുള്ളിക്കാരൻ ഉറങ്ങിയെന്ന് അതിന്റെ അർത്ഥം. ഉറക്കത്തിൽ നിന്ന് പുള്ളിക്കാരിച്ച് കാണത്തില്ല ഞാൻ ഇനി എങ്ങനെ കഴിക്കാൻ പോകുന്നു. എന്നാൽ നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നീ റെസ്റ്റ് ചെയ്ത് നീ എഴുന്നേറ്റ് കട്ടിലേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദൈവം ചില ബുദ്ധി പറഞ്ഞു തരും, ചില കാഴ്ചകൾ കാണിച്ചു തരുമെന്ന്. സ്തോത്രം. എന്തുവാ? എഴുന്നേറ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കടലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. സ്തോത്രം. എന്നാ ഒരു പച്ച അടവല്ലോ വന്നു. അത് തീ ചാത്തിട്ട് ചൂടണമല്ലോ. നീ ആയിരിക്കുന്നതിലും അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം തക്ക സമയത്ത് നിനക്കാൻ കഴിക്കുവാൻ. ആമേൻ. നീ ഒരു ഓപ്പറേഷനും ചെയ്യാതെ വേണം നിനക്ക് വേണ്ടി തരുവാൻ കഴിവുള്ള ഒരു ദൈവം. നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ദൈവജനമേ. ആമേൻ. ഞാനിതൊന്നും പറയുവാൻ സമ്മതിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കഠിന ക്ഷാമം ഇസ്രായേലിൽ ഉണ്ടായപ്പോൾ മക്കളെ പുഴുകി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രവാചകൻ പറയുകയാണ്, ആമേൻ, ഇവിടെ വിൽക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ ഭക്ഷണസാധനം ധാരാളമായി ഉണ്ടാൻ പോവുകയാണ്. അപ്പുറത്ത് 4 കുഷ്ഠരോഗികൾ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി തരുന്ന പ്രൊവിഷൻ നിന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരം. ആർക്ക് സ്തോത്രം ചെയ്യാൻ ഒക്കും? ആമേൻ. ഞാൻ നീട്ടുന്നില്ല, ഇവിടെ നിർത്താൻ പോവാ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ അടുത്ത വാക്യം വായിച്ചു. ആമേൻ. അവൻ ഉണർന്നപ്പോ അടുത്ത വായിച്ചു. അവൻ സങ്കീർത്തനം വായിച്ചു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ആമേൻ. വാക്യങ്ങൾ എനിക്ക് ഒത്തിരി വായിക്കാനുണ്ട്. അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയായിരുന്നു. റോമാലേഖനം 3:25 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ദൈവജനം അക്കരെ കിടക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 4:9 വായിച്ചാൽ കാണാൻ സാധിക്കും. ആമേൻ. കല്ലെടുത്ത് യോർദാനിൽ നാട്ടിയിരിക്കുക. അതിന്നും അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? നിന്റെ യാത്രയിൽ നിന്നെ സൂക്ഷിക്കുവാൻ കഴിവുള്ളവൻ. ആമേൻ. നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിന്നെ സൂക്ഷിക്കുവാൻ കഴിവുള്ളവൻ. ആമേൻ. ഇന്ന് ജ്ഞാപകമായി നിന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ജാതികളുടെ അവകാശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ആമേൻ നമ്മുടെ രക്ഷിതാവായ നസറായ യേശു ക്രിസ്തു അവന്റെ പാപമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നിനക്കൊരു അനുഗ്രഹത്തിന്റെ ആവശ്യമുണ്ടോ? നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വാ. ദൈവം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം പെട്ടെന്ന്. പ്രവൃത്തിയുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കി. പിന്നെ അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. പിന്നെ അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. സ്തോത്രം. അവൻ തന്റെ വീണ്ടെടുപ്പ് തന്റെ ജനത്തിന് വേണ്ടി അയച്ചിരിക്കുന്നു. ഞാനെല്ലാം വായിക്കുന്നില്ല ദൈവജനമേ. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 2 വാക്യം വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നമ്മെ, ആമേൻ, അവൻ തന്നെ നമ്മളെ ഹാലിൽ ഉദ്ധരിച്ചതിനായിട്ട് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തിക്കൊള്ളട്ടെ. വായിച്ചാട്ടെ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ വായിച്ചാട്ടെ 12-13 വാക്യങ്ങൾ വായിക്കും. സ്തോത്രം. Praise the Lord. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. അപ്പൊ നമ്മളാ വിശുദ്ധന്മാർ കേട്ടോ. ദൈവ വെളിച്ചത്തിൽ നടക്കേണ്ടത് നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തവന് നമ്മളെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മളൊന്ന് കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ ദൈവജനമേ. കരമുയർത്തി ശക്തിയോടെ സ്തുതി വരേറ്റിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരം നൽകിയ ദൈവഭൃത്യൻ IPC ഫിലാദൽഫിയ ചർച്ച്, ആമേൻ, അവരുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Thank you. Now we will have the
English song. Our dear brother Kenneth will lead us in English song. Praise the Lord. As we are entering this, as we have already entered this year, I want to sing a really common song from our English hymn book, song number 51 for all those who have it, Standing on the Promises of God. This is a really common song. I request you all to please join and sing. Standing on the promises of Christ, my King, through eternal ages let His praises reign. Glory in the highest I will shout and sing, standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises that cannot fail. When the howling storms of doubt and fear assail, when the living word of God I shall prevail. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises, now I can see perfect present cleansing in the blood for me. Standing in the liberty where Christ makes free. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises of Christ the Lord, bound to Him eternally by love's strong cord, overcoming daily with the Spirit's sword, standing on the promises of God. Standing on the promises of God, my Savior. Standing. I am standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Thank you, Brother Kenneth, for your wonderful hymn. May God bless you. Now we will have the English message. Our dear Brother Nelson Abraham will deliver the English message. Praise the Lord.
I thank and praise the Lord for this blessed opportunity the Lord has given us as we have entered the new year and the second week of this year. Thank God for His all His providence. Okay, now for today's message, let me take you through a very familiar passage from the Gospel of Luke, chapter 2, verse 7. We read here, "And she brought forth her firstborn son and wrapped him in swaddling clothes and laid him in a manger because there was no room for them in the inn." In the New Testament, there are two places at least where this inn is mentioned. First one here and another one in the story of the Good Samaritan, what Jesus told. There we find two places this inn is mentioned. So today's message may be titled The Innkeeper. I would like to draw some lessons from his life. Basically, what went wrong with him? Why did he didn't have a room for Jesus? Right? That's a fundamental question we will be discussing throughout this message. All right. So for those of the kids who do not know the word inn, in modern days, today, it may be compared with a hotel, but in the Old Testament time, it was not a commercial hotel like what we see today. It was a simple lodging place for people who are, traveling, and a place where they can they can have the animals too. So we read here that when Joseph and Mary approached this inn, the innkeeper, he denied them and he didn't offer a room because it was already full. Here's the point. Here's the catch which I want to discuss with you. Well, what Jesus would like to come into our life, but often we are so much preoccupied with our own agendas of life. We are so busy with our studies, with our career, with our family, entertainment, social media, and a number of things, right? So which ultimately keeps Jesus away from our life. He was too preoccupied, So basically it's all about, we need to take an inventory of how we spend our time and resources, why we can't allow Jesus to be born in our life, all right? We see, if you see the character of this innkeeper, it's true that the room was there was no place, it was already full. That's the right thing. But had he made a little bit of effort, definitely he could have accommodated Joseph and Mary. Yeah, but he didn't do that. He didn't prioritize. Basically, what we see here, that he failed to prioritize. He failed to see which is the most important thing in life. Any sane person would have seen that now this is the family who should be given the first place in the inn. Now, when we talk about prioritizing, the best example we can find again in the gospel is about Jesus going to the home of Mary and Martha. We find that Martha was so much busy in preparing food and other things that she failed to sit at the presence of the Lord like her sister Mary and receive God's word. So this thing often comes in our spiritual life too. We may be doing so many good things in our life, that we may miss Jesus in our life and his words. The truth is, she was doing a right job. Often the good thing is the enemy of the best, right? So we find that, Mary chose the right. Therefore, Jesus said that she has chosen the right thing. She has done the right thing. How about our life? When Jesus see our life, what comment he would make? How we are making best use of our time, our resources, our talents, and our energy. How we are using them. So put God first in your life. Always give him the first place in your life. Jesus said, seek first the kingdom of God and his righteousness, right? Even the 10 commandments, the first commandment is about, that you should have no other gods before you.
Means God should be the central place of our life, the first thing in our life, and his kingdom. Jesus' prayer also, Father, let thy kingdom come, let thy will be done, right? And another character I found with this innkeeper is that he was a person of poor judgment. He could not understand the dire need of this Joseph and family. Imagine you are traveling on a metro line, and you find a pregnant lady, you would definitely offer a seat to her, right? But this man even didn't have that sane mind, he could not use that even judgment. So in 2 Timothy chapter 1, verse 7, we read that God has not given us a spirit of fear, but he has given us a spirit of love, a spirit of power, and a sound mind. So basically, the Spirit of the Lord, if you allow Jesus to be born in our life, he gives you this greatest, quality in your life. You will be a person of a good judgment, right? And which will help you to make right decision in your life. Another character you find about this innkeeper is that he had no sympathy. He was indifferent to the need, Compare this with the story of the Good Samaritan, what Jesus told about Good Samaritan. When he saw that wounded person, before one priest and another Levite passed by that way, but they didn't, both of them, they were supposed to show compassion, but they didn't show compassion. But this Samaritan, he took him, he put oil and wine on the wound and took him to an inn. So basically, we should be sensitive to the needs of those around us. We are living in a very difficult time of pandemic situation when people are in dire need of moral support, encouragement, right? There are so many broken lives around us. There are so many who are depressed. There's really there are people who are unemployed. The people who are having bad health, good, right? They lost the loved ones. So how we respond to this need? Are we sensitive to them, right? God is expecting us to be not just mute spectators, but rather we go out to the society and mingle with them and reach out God's love, rather than being very like a Pharisees or somebody who's just, who are just not only this preach, but they don't practice, right? So allow Jesus to fill your heart. I think his mind was preoccupied with so many things of his life, so much affairs of his life. In Hebrews, nobody who is engaged in a warfare doesn't entangle with the affairs of this world, right? So the more you get attached to the worldly affairs, you will lose the sensitivity for which God has made you. You lose out that purpose. You cannot carry out God's mission for your life, right? So, and another important thing we need to know that, this person was so much preoccupied, that he had no room for any other thing. He was so much filled. Examine your life. Let's examine ourselves. What are we filled with, right? We need to really empty so much of our junk things from our life. If you take an inventory, you find so many junk things occupied your memory. You use laptops and computers. They call already RAM and the hard memory. But if you download so many files, then at the end of the day, then after some time you cannot download anything more, right? Because the memory is already full. The first thing we need to do is to take out all those junk material. See, Jesus tell that blessed are those who are poor in spirit, for theirs is the kingdom of God. So I would like to draw your attention to the church of Laodicea in the Revelations chapter 3, verse 17. Let's look at that message what God gives there to the church of Laodicea. The church says, because you say, I am rich, have become wealthy, and have need of nothing. See the attitude. They're already full. They don't need anything. This is the situation of the current church today.
They're already full with their own affairs of his life, that they fail to carry out what God really wants them to do. They said, I am rich, have become wealthy, and have need of nothing. But when the Lord see God's comment, and you do not know that you are wretched, miserable, poor, blind, and naked. See the pathetic situation of the church. When God sees us, let's examine also what comment he would make. Are we so full, or do we really need Jesus, right? If you ever, Jesus said, anyone who is thirsty, let him come to me. Out of his and drink from me. From out of his belly will flow rivers of living water. So we approach in a humble spirit the Lord and humble ourselves. God is willing to fill each one of us, so that rivers of joy would come out of our life. So before I would like to conclude, I would like to leave this thought with you. Do you have a room for Jesus? Are you so full? What a better time than this to take a resolution this year, right? To give Jesus the first place in your life. I'm sure he's going to transform you. Once he comes into your life, he's going to transform your life. Your life will never be the same before. You will have endless joy and the peace that passes all understanding. Give you the courage and the power to overcome all the difficult situations, all the chaotic situations of our life, and he will guide through. It's my humble prayer that God will grant each one of us that grace. Let's bow down our heads in prayer. Father, we want to thank you for this time, and often we are like that innkeeper who keeps you away, Lord. We know that as we are knocking at each one of our door, that's the Lord as you admonish the church. I stand at the door and knock, and if anyone hears my voice and opens the door, I will come into him. Father, we welcome you tonight. We pray that you will fill each one of our hearts, and we want to give out the first place in our heart, Father. Guide us through this year and through difficult situation. I pray that all the youngsters today who are listening to this message, that you will grant them a fresh anointing in their life and their families and as the church as a whole. We humble ourselves. In Jesus' name we pray. Amen. Thank you. Thank you, Brother Nelson, for your encouragement message. May God bless you. തുടർന്ന്